നല്ല കടുത്ത ടെൻഷനിലായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ കടുത്ത ടെൻഷനായിരുന്നു. വല്ലാത്തൊരു അസഹനീയമായ ഒരു ടെൻഷനിലായിരുന്നു കാര്യങ്ങൾ കുറച്ച് ദിവസമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെവിയിൽ ഒരു കമ്പനം പോലെ ഇങ്ങനെ ഒരു ഫീല് നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇതേപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ചാനലിൽ. ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ച മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ സമയത്ത് ഈ ചെവിയിൽ ഒരു സ്റ്റീൽ കുടത്തിൽ അടിച്ച പോലെ എന്നുള്ള, സ്റ്റീൽ കുടത്തിൽ നമ്മൾ പൈ മുട്ടിക്കേണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനം വരില്ലേ, അപ്പോൾ പറഞ്ഞ കമ്പനം, അതായത് കുട്ടികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, മൊബൈലിലെ ശബ്ദം, ടി വിയിലെ ശബ്ദം, അങ്ങനെ കേൾക്കാൻ നേരത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരിക. അപ്പോൾ അത് ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് ഡോക്ടറോട് പറഞ്ഞത് ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് നോർമലി മാറും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇപ്പോഴത് വന്നിട്ടുണ്ട് എന്നല്ലേ, അതായത് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അത് മാറി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ആയിട്ടൊക്കെ എനിക്ക് ഈ ഒരു സംഭവം വല്ല 2 ദിവസമോ ഒരു ദിവസമൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വെറുതെ ചവിട്ടിലിങ്ങനെ അങ്ങനെ ഒരു എന്തോ ഒരു ഇതുപോലെ വന്നിട്ട് നമുക്കിങ്ങനെ മാറിപ്പോവും. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നമ്മൾ 4ാമത്തെ PRP എടുക്കാൻ പോകേണ്ട ഒരു സ്റ്റേജായിരുന്നു. ആ സ്റ്റേജിനകത്ത് എടുക്കാൻ പോണേക്കാൾ തൊട്ട് മുമ്പായിട്ട് എനിക്കൊരു പനി വന്നു. അപ്പോൾ പനി വന്നിട്ടുണ്ടെങ്കിൽ PRP എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ PRP എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് 2 ആഴ്ചയോളമാണ് നമ്മുടെ പനി എന്നല്ല മെയിനായിട്ടുണ്ടായിരുന്നാൽ തൊണ്ടവേദന നന്നായിട്ടുണ്ടായിരുന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചുമയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അസഹനീയമായിട്ടുള്ളൊരു ചുമയായിരുന്നു. എനിക്കിപ്പോൾ ചുമയൊക്കെ ഇല്ല, എല്ലാം കഴിഞ്ഞു മാറി. പക്ഷേ ഒന്ന് ചിരിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുമ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ ഇതാക്കുന്നൊരു ചുമയാണ് നമുക്ക് വന്നത്. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ മൂക്കടപ്പ്, ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നുണ്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ ചെവിട്ടിനകത്ത് ബബിൾസ് വന്ന് പൊട്ടുന്നൊരു ഫീല് നമുക്കുണ്ടായിരുന്നുണ്ടല്ലേ. ഇങ്ങനെ ഉമിനീരൊക്കെ ഇവിടെ ഒന്ന് ബബിൾസ് അങ്ങനെ എന്തൊരു ബബിൾസ് ഒന്ന് പൊട്ടുന്നൊരു ഫീൽ തന്നല്ലേ. അപ്പോൾ ഡോക്ടറോട് ഞാനത് നമ്മളെ പനിയൊക്കെ നമുക്ക് കാണിച്ച നമ്മുടെ ഡോക്ടറോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഡോക്ടർ പറഞ്ഞു, നമ്മുടെ കണ്ണിലും ചെവിയിലും മൂക്കിലോട്ടും കൂടിയിട്ട് ഒരു കനാലുണ്ട്. ആ കനാൽ നമ്മുടെ ചെവിയിൽ നീര് വരുന്ന സമയത്തോ എന്തെങ്കിലും നീർദോഷങ്ങളൊക്കെ വരുന്ന സമയത്തോ അത് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അടഞ്ഞു പോകുന്ന സമയത്താണ് ഈ ഒരു ചെവി അടപ്പും ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. ശരിയാണ്. അപ്പോൾ നമ്മൾ അതിനൊരു നാസൽ ഡ്രോപ്സ് നമ്മളൊരു 3 ദിവസം ഉപയോഗിച്ചു. പക്ഷേ അതുകൊണ്ട് നമുക്ക് കുറവുണ്ടായില്ല. പിന്നെ അതിനുശേഷം ഒരു സ്പ്രേ, ഡോക്ടർ നിർദ്ദേശിച്ച സ്പ്രേ ഉപയോഗിച്ചു. അപ്പോൾ ഏകദേശം കുറഞ്ഞു. ആ ഒരു ബബിൾസ് വന്ന് പൊട്ടുന്ന ഇതങ്ങോട്ട് കുറഞ്ഞു. പക്ഷേ നമ്മുടെ ഒരു കമ്പനം നമുക്ക് ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല എന്നാണല്ലേ. ഇതിങ്ങനെ ചെവിട്ടിനകത്ത് ഇങ്ങനെ ഒരു കമ്പനം, എന്തോ ഇങ്ങനെ ഒരു ഫീല്, ഒരു മൂളക്കം പോലെ ഇങ്ങനെ ഫീൽ ചെയ്യണമെന്ന്. അപ്പോൾ ഞാനപ്പോൾ അത് ഞാനൊരു ENT ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാനുണ്ടായി. അപ്പോൾ ഡോക്ടർ നമ്മൾ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് നടത്തി, അതെ, ഇമിറ്റൻസ് ഓഡിയോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റാണ് നമ്മൾ നടത്തിയതെന്നല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. അപ്പോൾ ഈ ടെസ്റ്റ് നടത്തിയിട്ട് ഇതിൻ്റെ അകത്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, അതായത് നോർമലാണ്. എൻ്റെ ചെവിയുടെ അകത്തെ പ്രവർത്തനങ്ങൾ വളരെ നോർമലാണ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ പാടയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രഷറിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ അകത്തുള്ള 3 ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിശദമായ ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നത്. ആ ടെസ്റ്റിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടേക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ട് യാതൊരു കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഈ ഫീല് നമുക്ക് ഉണ്ടെന്നുണ്ട്, ഇത്തരം പ്രശ്നം നമുക്ക് ഉണ്ടെന്നാണല്ലേ. അപ്പോൾ ഡോക്ടർ നമുക്കൊരു മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്, മൾട്ടി മിനറൽസ്, അങ്ങനെ സകലമാന സാധനങ്ങൾ അടങ്ങിയൊരു വിറ്റാമിൻ ടാബ്ലറ്റ്സ് നമുക്കൊരു 15 ദിവസത്തേക്ക് നമുക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞത്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ
നമുക്ക് മറ്റ് ടെസ്റ്റുകളായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് ഡോക്ടർ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മുടെ സർജറി ചെയ്ത ഡോക്ടറോട് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ഡോക്ടറെ ഞാൻ വിളിക്കുകയുണ്ടായി. സംസാരിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, അതായത് തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരിക എന്നുണ്ടെങ്കിൽ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിനെ ചെറുതായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരിക ആ സമയത്തൊക്കെ ചെവിയിലും കൂടി അതിനെ ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വന്നതാകാം, അല്ലാതെ കണ്ട് മറ്റ് ഇതിൻ്റെ അതായിട്ട് വരേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇത് കേട്ടോടി നമുക്ക് കുറേയൊക്കെ സമാധാനമായി. ഇപ്പോൾ വളരെയധികം സമാധാനമായൊരു ഇതുണ്ട്. അല്ലാതെ ഞാനൊരു വല്ലാത്ത ടെൻഷനിലായിരുന്നു. ഡോക്ടർ നമ്മളോട് വളരെ സപ്പോർട്ടീവായിട്ടാണ് കാര്യങ്ങളൊക്കെ നല്ല വിശദീകരിച്ചതെന്നല്ലേ. എന്തായാലും ഒരു 15 ദിവസവും കൂടിയും മരുന്ന് കഴിച്ച് കണ്ടെങ്കിൽ നമുക്കിത് മാറോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഒരു എന്താ ഈ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം ഇപ്പോൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ദിവസവും കൂടിയും കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്തൊരു എന്താണ് നമ്മുടെ വിശേഷം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ നമ്മുടെ 4 മാസമാകാൻ പോണ് നമ്മളുടെ സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ മുടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നോക്കിയേ, കണ്ടോ, ഇവിടെയൊക്കെ നന്നായിട്ട് മുടി വന്നിട്ടുണ്ട്. മുടി കൊഴിയുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞു. പയ്യെ മുടികൾ കാര്യങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇവിടെ ഒന്നുമില്ല. പിന്നെ കൂടാതെ തന്നെ നമുക്കൊരു മരവിപ്പ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് നമ്മൾ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തൊടുമ്പോൾ എനിക്കറിയാൻ പറ്റും, പക്ഷേ മറ്റുള്ളവർ തൊടുന്ന സമയത്ത് അറിയാത്തൊരു ചെറുതായിട്ട് ഇപ്പോൾ അത് അറിഞ്ഞറിഞ്ഞ് വരുന്നു. ആ ഒരു ഫീല് ഇപ്പോഴുണ്ട്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മുടിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 15 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം മുഖത്തെക്കുറിച്ചൊരു സന്തോഷമൊക്കെ ഉണ്ടെന്നുള്ളേ. അപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, മാറിയോ ഇല്ല എന്നുള്ള വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.